ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പോത്ത് റോസ്റ്റാണ്. സ്വാദിഷ്ടമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് പോത്ത് റോസ്റ്റ് തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ. ഞാനിവിടെ 1 കിലോ പോത്തിറച്ചി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. 5 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിത് വേവിക്കാം. അപ്പോൾ നമ്മുടെ പോത്തിറച്ചി 1/4 വേവായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. പാത്രം ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വശക്കി കൊടുക്കുക. തേങ്ങയുടെ കളർ, അതായത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വശക്കി കൊടുക്കാം. തേങ്ങയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 10-15 ചെറിയ ഉള്ളിയും അതുപോലെ ഒരു 3 മീഡിയം സൈസ് സവാളയും ഒരു 2 പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൂടാതെ നന്നായിട്ട് വശക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ പോത്തിറച്ചി വേവിക്കാൻ വെച്ച സമയത്ത് ഞാനതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. സവാളയൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വശക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വശക്കിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പോത്തിറച്ചി ചേർത്ത് കൊടുക്കാം. പോത്തിറച്ചിയുടെ ഗ്രേവി ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പോത്തിറച്ചിയുടെ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അവിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതിലെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം അത്രയും നന്നായിട്ട് വറ്റുമ്പോഴത്തേക്കും ബാക്കി വേവ് കൂടെ ഇതിലായിക്കോളും. ഇതിനി കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോത്ത് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പോത്ത് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ.